അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ് തജ്വീദ് പാഠം 3 അസ്സിഫാത്തു വൽ ഹുറൂഫു, അക്ഷരങ്ങളും വിശേഷണങ്ങളും. ആദ്യം നമുക്ക് പാഠഭാഗം നോക്കാം. സിഫാത്ത്. 1 ഹംസ്. ഹംസിലെ ഹർഫുകൾ ഫാഹ്, ഹാഹ്, സാഹ്, ഹാഹ്, ഷീന്, ഹാഹ്, സ്വാദ്, സീന്, കാഫ്, താഹ്. ഇവയുടെ ഉദ്ദേശം മഹ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ ഉച്ചാരണത്തോടൊപ്പം ശ്വാസം പുറത്തു പോവൽ. 2 ദിഹ്വ്. ദിഹ്വിലെ ഹർഫുകൾ ഖാഅ്, ദാല്, ഐന്, സാഅ്, ഖാഅ്, ളാദ്, ഫാഅ്, ളാദ്, ഷീന്, വാഅ്, സ്വാദ്, സാഅ്, യാഅ്, സീന്, ഹംസ്, ഖാഅ്. ഇവയുടെ ഉദ്ദേശം മഹ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം അടക്കൽ. 3 ഇസ്തിലാഹ്. ഇസ്തിലാഹിലെ ഹർഫുകൾ നോക്കാം. ഖാഅ്, സ്വാദ്, ളാദ്, ഐന്, ത്വാഅ്, കാഫ്, ളാഅ്. ഇവയുടെ ഉദ്ദേശം ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരും. 4 ഇത്ബാഖ്. ഇത്ബാഖിലെ ഹർഫുകൾ നോക്കാം. സ്വാദ്, ളാദ്, ത്വാഅ്, ളാഅ്. ഇവയുടെ ഉദ്ദേശം നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരും. 5 കൽക്കലത്ത്. കൽക്കത്തിലെ ഹർഫുകൾ കാഅ്, ത്വാഅ്, ബാഅ്, ജീമ്, ദാല്. ഇവയുടെ ഉദ്ദേശം സാക്കിനായാലും ഹർക്കത്തുള്ള പോലെ വ്യക്തമാക്കുക. വഖഫിൽ കൂടുതൽ വ്യക്തമാക്കണം. ഇനി നമുക്ക് പാഠഭാഗത്തിലെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1ാം ഭാഗം ഉത്തരം പറയാം. ചോദ്യം 1. ഹംസ് എന്ന സിഫത്തുകളുള്ള ഹർഫുകൾ ഏതെല്ലാം? ഉത്തരം ഫാഅ്, ഹാഅ്, സാഅ്, ഹാഅ്, ഷീന്, ഹാഅ്, സ്വാദ്, സീന്, കാഫ്, താഅ്. ചോദ്യം 2. ഹംസ് എന്നതിൻ്റെ ഉദ്ദേശമെന്ത്? ഉത്തരം മഹ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ ഉച്ചാരണത്തോടൊപ്പം ശ്വാസം പുറത്തു പോവൽ. ചോദ്യം 3. ഇസ്തിലാഇന്റെ ഹർഫുകൾ ഏതെല്ലാം? ഉത്തരം ഖാഅ്, സ്വാദ്, ളാദ്, ഐന്, ത്വാഅ്, കാഫ്, ളാഅ്. ചോദ്യം 4. ഇസ്തിലാഇന്റെ ഉദ്ദേശമെന്ത്? ഉത്തരം ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ. ചോദ്യം 5. ഇസ്തിലാഇന്റെ ഹർഫുകളിൽ നിന്ന് ഇത്ബാഖുള്ള ഹർഫുകൾ ഏതെല്ലാം? ഉത്തരം സ്വാദ്, ളാദ്, ളാഅ്, ത്വാഅ്. പാഠഭാഗത്തിലെ തദ്രീബാത്തിൻ്റെ 2ാം ഭാഗം ഉദ്ദേശം എഴുതുക. 1 കൽക്കലത്ത്. കൽക്കലത്തിൻ്റെ ഉദ്ദേശം സാക്കിനായാലും ഹർക്കത്തുള്ള പോലെ വ്യക്തമാക്കുക. 2 ദിഹ്വ്. ദിഹ്വിലെ ഉദ്ദേശം മഹ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ.
3. ഇത്ബാക്ക്. ഇത്ബാക്കിലെ ഉദ്ദേശം നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ. തദ്രീബാത്തിലെ മൂന്നാം ഭാഗം തിരഞ്ഞെടുക്കുക. 1. ഹംസിൻ്റെ ഹർഫുകളിൽ നിന്ന് ഇസ്തിഗ്ലാലിൻ്റെ ഹർഫുകൾ. ഉത്തരം ഹാ, സ്വാദ്. 2. കൽക്കലത്തിൻ്റെ ഹർഫുകളിൽ നിന്ന് ഇത്ബാക്കിൻ്റെ ഹർഫുകൾ. ഉത്തരം ത്വാവ്.